നമസ്കാരം. കേരളത്തിന്റെ ഭരണസാരഥിയെ കണ്ടെത്താനുള്ള കോൺഗ്രസിന്റെ ഡൽഹിയിലെ പടയോട്ടം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ സങ്കീർണമായ ചതുരക്കളത്തിലെ കരുനീക്കങ്ങളിലാണ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പോരടിച്ച് ഡൽഹിയിലെത്തിയ കേരളത്തിലെ മുതിർന്ന നേതാക്കളോട് ആദ്യം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യൂ, വലിയ യുദ്ധം കഴിഞ്ഞ് വന്നതല്ലേ എന്ന രാഹുൽ ഗാന്ധിയുടെ നർമ്മം കലർന്ന വാക്കുകൾ പിരിമുറുക്കത്തിനൊരൽപ്പം അയവ് വരുത്തിയെങ്കിലും അണിയറയിൽ ചർച്ചകൾ ഇപ്പോഴും പുകയുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വഷളാക്കിയതിലും തെരുവിൽ അണികളെ ഇറക്കി സമ്മർദ്ദതന്ത്രം പയറ്റിയതിലുമുള്ള നീരസം രാഹുൽ ഒട്ടും വെച്ചില്ല. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി തീരുമാനമെടുപ്പിക്കാമെന്ന് ആരും കരുതേണ്ട കർശന മുന്നറിയിപ്പും അദ്ദേഹം നൽകിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ചർച്ചകളിൽ പ്രിയങ്ക ഗാന്ധിയുടെ സജീവമായ ഇടപെടലാണ് ഇക്കുറി സവിശേഷത. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിനോട് മുസ്ലിം ലീഗ് അനുകൂല നിലപാട് സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് വലിയ കരുത്തു പകരുന്നുണ്ട്. കെ.സിയെ മുഖ്യമന്ത്രിയാക്കിയാലും യു.ഡി.എഫിൽ പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന ലീഗിന്റെ ഉറപ്പ് ഹൈക്കമാൻഡിന് ആശ്വാസകരമാണ്. എങ്കിലും ആലപ്പുഴ ലോക്സഭാ അംഗമായ കെ.സി. വേണുഗോപാൽ ആ പദവി രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം നേതൃത്വത്തെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. കെ.സി. നിയമസഭയിലേക്ക് അനായാസം ജയിച്ചു കയറുമെങ്കിലും അദ്ദേഹം ഒഴിയുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് നിലനിർത്താൻ സാധിക്കുമെന്ന ഭീതി തീരുമാനങ്ങളെ പിന്നോട്ട് വലിക്കുന്നു. ഇതെല്ലാം പരിഗണിച്ച് ബുധനാഴ്ച തീരുമാനമുണ്ടാകും. കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ വി.ഡി. സതീശനെ കൂടി മന്ത്രിസഭയിൽ ചേർത്തുകൊണ്ടുള്ള ഒരു പവർ ഷെയറിംഗ് ഫോർമുലയാകും നടപ്പിലാക്കുക. മെച്ചപ്പെട്ട വകുപ്പുകൾക്ക് പുറമെ ഉപമുഖ്യമന്ത്രി പദവി കൂടി നൽകി സതീശനെ അനുനയിപ്പിക്കാനുള്ള ആലോചനകൾ സജീവമാണ്. പാർട്ടിയിൽ ഉയർന്ന പദവിയിൽ ഒരാൾ 7 വർഷത്തിൽ കൂടുതൽ തുടരരുത് എന്ന AICC പ്രമേയവും കെ.സിയുടെ കാര്യത്തിൽ വഴിത്തിരിവായേക്കാം. നിലവിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായി 7 വർഷം പൂർത്തിയാക്കിയ കെ.സി കേരളത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അദ്ദേഹം ഒഴിയുന്ന സുപ്രധാനമായ ആ പദവിയിലേക്ക് രമേശ് ചെന്നിത്തല പരിഗണിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. മറിച്ച് രമേശ് ചെന്നിത്തലയ്ക്കാണ് മുഖ്യമന്ത്രി സ്ഥാനമെങ്കിൽ വി.ഡി. സതീശന് മന്ത്രിസഭയിൽ മുന്തിയ പരിഗണന തന്നെ ലഭിക്കും. എന്നാൽ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ രമേശ് ചെന്നിത്തലയെയും കൂടി ഉൾക്കൊള്ളുന്ന മറ്റ് ഉയർന്ന രാഷ്ട്രീയ പാക്കേജുകളാകും നൽകുക.